പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ സജീവമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ശക്തിയും അഭിഷേകവും നമ്മളിൽ നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ജൂലൈ മാസം പ്രത്യേകമായിട്ട് ഈശോയുടെ തിരുരക്തത്തിൻ്റെ ഭക്തിയുടെ മാസമാണ്. ജൂൺ മാസത്തിൽ നമ്മൾ തിരുഹൃദയത്തോടുള്ള ഭക്തി ആഘോഷിച്ചതുപോലെ തിരുസഭ ആഗോള സഭയിൽ ഉള്ള ജൂലൈ മാസത്തിൽ പ്രത്യേകം സമർപ്പിച്ചിരിക്കുന്ന യേശുവിൻ്റെ തിരുരക്തത്തിനുള്ള ഭക്തി, തിരുരക്തത്തോടുള്ള ഭക്തിയാണ്. നമുക്കറിയാം, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയും തിരുരക്തത്തിൻ്റെ പ്രാധാന്യവും നമുക്കറിയാം. യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയിലും നാമത്തിലും പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 20-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് വചനം പഠിപ്പിക്കുക: കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് എങ്ങനെയാണ് സഭയെ നേടിയെടുത്തതെന്ന് വചനത്തിൽ പറയുകയാണ്. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ രക്തത്താലാണ്, കർത്താവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാലാണ് കർത്താവ് എല്ലാം നമുക്ക് നേടിത്തന്നത്. ഈ തിരുരക്തത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വലിയ ശക്തിയുണ്ട്, വലിയ സംരക്ഷണമുണ്ട്. 2003 21-22 വർഷങ്ങൾക്ക് മുമ്പ് അന്നാണ് എനിക്ക് തിരുപ്പട്ടം ലഭിച്ചത്. അതിനുശേഷം ആദ്യത്തെ 2 മാസത്തോളം ഞാൻ ഇവിടെ പുതുപ്പാടി ആശ്രമത്തിലുണ്ടായിരുന്നു. അതിനുശേഷം ആദ്യത്തെ എൻ്റെ അപ്പോയിൻമെൻറ്റ് വരുന്ന പോട്ട ആശ്രമത്തിലായിരുന്നു. പോട്ട ആശ്രമത്തിൽ 2 വർഷം പോപ്പുലർ മിഷൻ ധ്യാനങ്ങളുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ പിന്നീട് അവിടുത്തെ ഡയറക്ടറാക്കി എന്നെ മാറ്റി. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഈ ശുശ്രൂഷയുടെ ആദ്യഘട്ടങ്ങൾ ഞാൻ പഠിച്ചു വരുന്ന സമയമായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട നാക്യമറച്ചൻ അവിടെ എപ്പോഴും വരുമായിരുന്നു. അച്ഛൻ ഡിവൈനിലാണ്, പക്ഷെ ഞങ്ങൾ അങ്ങോട്ടും പോകും, അച്ഛൻ ഇങ്ങോട്ടും വരും. അങ്ങനെ പോട്ട ആശ്രമത്തിൻ്റെ ആ ഹൈവേയിലെ കവലയിൽ ഒരിക്കലും ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അങ്ങനെ ഒരു സ്ത്രീ മരിച്ചു. അതിനുശേഷം പലപ്പോഴും ആ കവലയിൽ പല ആക്സിഡൻറ്റുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ബഹുമാനപ്പെട്ട മാത്യുവച്ചൻ എന്നെ വിളിച്ചു പറഞ്ഞു: അച്ഛാ, ഒരു അപകട മരണം നടന്ന സ്ഥലത്ത് ഒരു തിന്മയുടെ സ്വാധീനമുണ്ടാകും. അതുകൊണ്ട് അച്ഛൻ ആ പോട്ട ഹൈവേ ജംഗ്ഷൻ, ആ കവല സമർപ്പിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് ആ ജംഗ്ഷനെ കഴുകണമേ എന്നും അപകടങ്ങൾ നടക്കാതിരിക്കുവാൻ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം നൽകണമേ എന്ന് ഈശോയോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം എന്ന് എൻ്റെ അടുത്ത് ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു. വാസ്തവത്തിൽ ഞാൻ അന്നു മുതൽ അങ്ങനെ ആ പോട്ട ഹൈവേ ജംഗ്ഷൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവാനുഗ്രഹമെന്നും പറയട്ടെ, ഞാൻ പിന്നീട് അവിടുന്ന് സ്ഥലം മാറുന്നതുവരെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. പിന്നീട് ഒരു അപകടം പോലും ആ കവലയിൽ അന്നുവരെ, ഞാൻ സ്ഥലം മാറി വരുന്നതുവരെ സംഭവിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. അതോടൊപ്പം തിരുപ്പട്ടം കിട്ടി ആദ്യ നാളുകളിൽ നമ്മൾ ഏത് വീട്ടിലും ഏത് സ്ഥലത്തും പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ ഞാൻ പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പലയിടങ്ങളിലും പോയി, പല സ്ഥലങ്ങളിലും പോയി, ക്രൈസ്തവ ഭവനങ്ങളിലും മറ്റു മതസ്ഥരുടെ ഭവനങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ബന്ധിച്ചൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നീട് എനിക്ക് അടിക്കടി പല രോഗങ്ങൾ വരാൻ തുടങ്ങി. ആ സമയത്ത് ബഹുമാനപ്പെട്ട നാക്യമറച്ചൻ തന്നെ എന്നോട് പ്രാർത്ഥിച്ചു പറഞ്ഞു: അച്ഛൻ അങ്ങനെ മറ്റുള്ളവരടുത്ത് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ തിരുരക്തത്തിൻ്റെ സംരക്ഷണം വാങ്ങി പ്രാർത്ഥിക്കാൻ പോകണം.
അച്ഛൻ്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ സംരക്ഷണം നൽകണമേ. കടന്നു ചെല്ലുന്ന ഭവനത്തിൽ നിന്നും പ്രാർത്ഥിച്ചു കൊടുക്കുന്ന വ്യക്തികളിൽ നിന്നും യാതൊരു അസ്വസ്ഥതയും അച്ഛനുണ്ടാകാതിരിക്കുവാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു. വാസ്തവത്തിൽ എൻ്റെ ശുശ്രൂഷയുടെ ആദ്യ നാളുകളിൽ ഞാൻ അപ്രകാരം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പല പ്രതിസന്ധികളും എന്നെ വിട്ടു പോകാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ തിരുരക്തത്തിനോടുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കുവാൻ നമ്മൾ പ്രാർത്ഥിച്ചാൽ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നമുക്കറിയാം, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനങ്ങളെ രക്ഷിച്ചും ഈജിപ്തിലെ കുടുംബങ്ങളെ ശിക്ഷിച്ചും സംഹാരദൂതൻ കടന്നുപോയപ്പോൾ അടയാളമായിട്ട് ദൈവം ഭവനങ്ങളിൽ വരയ്ക്കാൻ പറഞ്ഞ് അടയാളപ്പെടുത്താൻ പറഞ്ഞ് കുഞ്ഞാടിൻ്റെ രക്തമായിരുന്നു. കുഞ്ഞാടിൻ്റെ രക്തം പതിച്ച ഭവനങ്ങൾക്ക് അന്ന് സംരക്ഷണം ലഭിച്ചു. സംഹാരദൂതൻ ആ ഭവനങ്ങളിൽ പ്രവേശിച്ചില്ല. അപ്പോൾ ഈ കുഞ്ഞാടിൻ്റെ രക്തം, പിന്നീട് പുതിയ നിയമത്തിലെ യേശുവിൻ്റെ രക്തം, അത് വലിയ ശക്തിയുള്ളതും നമുക്ക് സംരക്ഷണം നൽകുന്നതും അഭിഷേകം നൽകുന്നതുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പോൾ ഈ ജൂലൈ മാസം പ്രത്യേകിച്ച് യേശുവിൻ്റെ തിരുരക്തത്തോടുള്ള ഭക്തിയിൽ വളരുവാൻ തിരുസഭ നമ്മളെ ആഹ്വാനം ചെയ്യുന്ന സമയമാണ്. തിരുരക്തത്തിൻ്റെ നാമത്തിലും തിരുരക്തത്തിൻ്റെ ശക്തിയിലും വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് വലിയ അഭിഷേകം ലഭിക്കുക തന്നെ ചെയ്യും. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് വചനത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ധാരാളമുണ്ട്. യേശുവിൻ്റെ രക്തത്തിലൂടെയാണ് നമുക്ക് പാപമോചനം ലഭിക്കുന്നതും നമ്മൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടതും. ലേവ്യരുടെ പുസ്തകത്തിൽ 17-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു. അതിൽ ജീവനുള്ളതുകൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പഴയ നിയമകാലത്ത് നമുക്കറിയാം, ജെറുസലേം ദേവാലയത്തിൽ ഇങ്ങനെയുള്ള ബലിയർപ്പണങ്ങൾ നടന്നിരുന്നു. അവിടെ ആടുകളും പ്രാവുകളും ഒക്കെ സമർപ്പിച്ചിരുന്ന് ബലിയർപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അവിടെ തിരുനാൾ അവസരങ്ങളിൽ ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്ന ആടുകളുടെ രക്തം ഒരു ചെറിയ പുഴ പോലെ ഒഴുകുമായിരുന്നു. നമ്മൾ കെദ്രോൻ തോട് എന്നൊക്കെ വചനത്തിൽ വായിക്കുന്നപ്പോൾ, സ്നേഹമുള്ളവരെ, അത്രമാത്രം ആടുകളെ, ലക്ഷക്കണക്കിന് ആടുകൾ അവിടെ ബലിയർപ്പിക്കുമായിരുന്നു. അങ്ങനെയാണ് അന്നത്തെ ജനം, പഴയ നിയമ ജനം, പാപങ്ങൾക്ക് പരിഹാരം ചെയ്തിരുന്നത്. അപ്പോൾ രക്തത്തിലൂടെയാണ് പാപപരിഹാരം ലഭിക്കുന്നതെന്ന് വചനം അന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, അതേപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ മൃഗങ്ങളുടെ രക്തത്തിലൂടെയുള്ള പാപമോചനമെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് കർത്താവ് തൻ്റെ സ്വന്തം രക്തം വിലയായി നൽകി എന്നേക്കുമായിട്ട് ബലിയർപ്പിക്കുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്, രക്തം ചിന്താതെ പാപമോചനമില്ല. പിന്നീട് പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 18-19 തിരുവചനങ്ങളിൽ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്: പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതികളിൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലെയുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തത്താലത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ പുതിയ നിയമത്തിൽ വന്നപ്പോൾ മനുഷ്യ മക്കൾക്ക് പാപമോചനം ലഭിക്കുവാൻ, മനുഷ്യ മക്കൾക്ക് സംരക്ഷണം ലഭിക്കുവാൻ പിന്നീട് കുഞ്ഞാടിൻ്റെയോ അല്ലെങ്കിൽ കാളക്കിടാവിൻ്റെയോ ബലിയോ രക്തമോ ആവശ്യമില്ല. അന്ന് ജീവിച്ചിരുന്നവരുടെയും അതിനു മുമ്പ് ജീവിച്ചിരുന്നവരുടെയും ഇനി വരാനിരിക്കുന്നവരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുക്രിസ്തുവിൻ്റെ രക്തം ചിന്തപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്.
Praise the Lord. ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 1:7 എഴുതിയിരിക്കുകയാണ്, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. സ്നേഹമുള്ളവരെ, പാപമോചനം ലഭിക്കുന്നവർക്കാണ് രക്ഷയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിലൂടെ പാപമോചനവും രക്ഷയും കൈവന്നിരിക്കുന്നുവെന്ന് വചനം പഠിപ്പിക്കുകയാണ്. 1 യോഹന്നാൻ 1:7 അവിടെ വചനം എഴുതിയിരിക്കുകയാണ്, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. അപ്പോൾ പഴയ ഉടമ്പടി, ദൈവവുമായിട്ടുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ പഴയ ഉടമ്പടി പ്രകാരമാണ് മൃഗങ്ങളെ ബലിയർപ്പിച്ച് രക്തം ചിന്തിയിരുന്നെങ്കിൽ, കർത്താവിൻ്റെ രക്തം നൽകിയപ്പോൾ കർത്താവ് ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 22:20 വായിക്കുകയാണ്, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ പഴയ നിയമ ജനതയുടെ മൃഗബലികളുടെയും രക്തം ചിന്തിയുള്ള ബലികളുടെയും എല്ലാം പൂർത്തീകരണമായിട്ട് കർത്താവായ യേശു കുരിശിൽ മരിച്ചുകൊണ്ട് തൻ്റെ രക്തം ദൈവത്തിൻ്റെ, പിതാവായ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ചിന്തി യേശു പറയുകയാണ്, ഞാനൊരു പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. ഇനി മൃഗബലിയുടെയോ കുഞ്ഞാടിൻ്റെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്തിൻ്റെ ആവശ്യമില്ല. കർത്താവിൻ്റെ രക്തം കൊണ്ട് പുതിയ ഉടമ്പടി കർത്താവ് സ്ഥാപിച്ചു. അതാണ് നമ്മൾ അനുസ്മരിക്കാൻ ഈശോ ആവശ്യപ്പെട്ടത് പ്രകാരം ഓരോ വിശുദ്ധ ബലിയിലും ഈ വചനമാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. പാപങ്ങൾക്ക് മോചനം നേടിയതോടൊപ്പം പിശാചിന്റെ മേലുള്ള വിജയവുമായിരുന്നു. വെളിപാടിന്റെ പുസ്തകത്തിൽ 12:11 വചനം പഠിപ്പിക്കുകയാണ്, അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ തിരുരക്തത്തോടുള്ള ഭക്തി ജൂലൈ മാസത്തിൽ തിരുസഭ ആദ്യ കാലഘട്ടങ്ങളിൽ പയസ് 9 മാർപ്പാപ്പയും പയസ് 10 മാർപ്പാപ്പയും ഒക്കെ തിരുസഭയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ നടപ്പിലാക്കിയിരുന്ന വലിയൊരു ഭക്തിയാണ് യേശുവിൻ്റെ പിയൂസ് 9, പിയൂസ് 10 മാർപ്പാപ്പന്മാർ. അവർ ഈ ജൂലൈ മാസത്തിൽ പ്രത്യേകമായിട്ട് യേശുവിൻ്റെ തിരുരക്തത്തിന് സമർപ്പിക്കുകയും തിരുരക്തത്തിൻ്റെ ഭക്തിയിൽ വളർന്നാൽ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്ന മാർപ്പാപ്പന്മാർ നമ്മളെ ഓർമ്മിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ രക്തം നമ്മൾ ഓർക്കുകയും യേശുവിൻ്റെ രക്തത്തിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ ദൈവവും ഓർക്കും, പിശാചും ഓർക്കും. യേശുവിൻ്റെ രക്തത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസത്തെ ദൈവവും ഓർക്കും, പിശാചും ഓർക്കും. ദൈവം ഓർക്കുന്നത് എന്താണ്? യേശു കുരിശിൽ കിടന്ന് മരിച്ച ആ ദിവസത്തെ ദൈവം ഓർക്കും. ആ മരണത്തിൻ്റെയും രക്തത്തിൻ്റെയും യോഗ്യതയാൽ ദൈവം ആ വ്യക്തികളിലേക്ക് കരുണ ചൊരിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പിശാചും ഒരു ദിവസം ഓർക്കും. പിശാച് ഓർക്കുന്നത് യേശു തൻ്റെ അനുസരണത്തിലൂടെ, കുരിശു മരണത്തിലൂടെ പിശാചിൻ്റെ തല തകർത്തത് പിശാച് ഓർത്ത് പിശാച് ആ വ്യക്തികളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഓടി അകന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മനോഹരമായിട്ടുള്ള ഒരു ഗാനം നമ്മൾ പാടാറുണ്ടല്ലോ, യേശു തൻ്റെ ജീവൻ നൽകി. നമ്മൾ കുറച്ച് നേരം ആ പാട്ട് പാടും. യേശു തൻ്റെ ജീവൻ നൽകിയാണ് നമ്മൾ നേടിയെടുത്തത്. യേശു തൻ്റെ രക്തം നൽകിയാണ് നമ്മൾ വീണ്ടെടുത്തത്. യേശു തൻ്റെ രക്തത്താലാണ് പിശാചിൻ്റെ മേൽ വിജയം വരിച്ചത്.
അപ്പോൾ ആ രക്തത്തെ വിളിച്ച് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവാനുഗ്രഹവും സംരക്ഷണവും ലഭിക്കും. പ്രത്യേകിച്ച് ഈ ജൂലൈ മാസത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. തിരുരക്തത്തോടുള്ള ഭക്തിയിൽ വളരുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, 8 അനുഗ്രഹങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു. അപ്പോൾ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, തിരുരക്തത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് ലഭിക്കുന്ന 8 അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ വായിച്ചത്. ഒന്നാമത്തെ അനുഗ്രഹമാണ് അവർ രക്ഷയിലേക്കും നിത്യജീവനിലേക്കും നയിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ അനുഗ്രഹം, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ രണ്ടാമത്തെ അനുഗ്രഹമാണ് പിശാചിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ തൻ്റെ ജ്ഞാനത്തിൽ എനിക്ക് പറഞ്ഞു തന്നു. അതെ, ഒരു അപകട മരണം നടന്ന സ്ഥലം പ്രത്യേകിച്ച് ഒരുക്കമില്ലാതെ നടന്ന ഒരു മരണമാണ്. അപ്പോൾ അവിടെ തിന്മയുടെ ഒരു സ്വാധീനമുണ്ട്. വീണ്ടും വീണ്ടും അപകടങ്ങൾ അവിടെ ഉണ്ടാകാം. അതുകൊണ്ട് യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവിടെ അപകടങ്ങൾ ഒഴിവാകുമെന്ന് അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചു, അവിടെ അപകടങ്ങൾ ഒഴിവാകുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതോടൊപ്പം മറ്റു പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനും രോഗപീഠകളെ ബഹിഷ്കരിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് നമുക്ക് സംരക്ഷണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ പറഞ്ഞു തന്നു. അതുപോലെ പ്രാർത്ഥിച്ചു. അന്ന് മുതൽ വലിയ സംരക്ഷണം ലഭിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. മൂന്നാമതായിട്ട്, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയിൽ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നു തിരുരക്തത്തോടുള്ള ഭക്തിയിൽ വളരുമ്പോൾ. നാലാമതായിട്ട്, തിരുരക്തത്തോട് പ്രാർത്ഥിക്കുകയും തിരുരക്തത്തിൻ്റെ ഭക്തിയിൽ വളരുകയും ചെയ്യുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഞ്ചാമതായിട്ട്, ഒരു വ്യക്തിയുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും തിരുരക്തത്തിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം ലഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആറാമതായിട്ട്, തിരുരക്തത്തിന്റെ നാമത്തിൽ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിലും ജീവിതത്തിലും സമാധാനവും ആശ്വാസവും ദൈവത്തിൽ നിന്ന് അനുഭവിക്കാൻ സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏഴാമതായിട്ട് പറയുകയാണ്, തിരുരക്തത്തിന്റെ നാമത്തിൽ പൊതിഞ്ഞ് സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ സാധിക്കും. അപ്പോൾ സ്നേഹമുള്ളവരെ, ഞാൻ ഒരിക്കലൊരു യുവാവിനെ കണ്ടതോർക്കുക. ആ യുവാവ് ഈ അശ്ലീല ചിത്രങ്ങൾ, ബ്ലൂ ഫിലിംസ്, പോൺ വീഡിയോസ് അതിനൊക്കെ അടിമയായിരുന്നു. അപ്പോൾ ആ യുവാവ് എൻ്റെ അടുത്ത് പറയുകയായിരുന്നു, എവിടെയോ ഏതോ പുസ്തകത്തിൽ വായിച്ചു, എൻ്റെ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി എൻ്റെ കണ്ണുകളെ കഴുകണമേ, എനിക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളുടെ മേൽ, പ്രലോഭനങ്ങളുടെ മേൽ വിജയം നൽകണമേ എന്ന് ആ യുവാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നീട് ആ യുവാവ് അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മോശമായ കാഴ്ചകൾ കാണാനുള്ള ആഗ്രഹം അദ്ദേഹത്തിൽ നിന്ന് പോയി എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ പ്രലോഭനങ്ങളുടെ മേൽ നമുക്ക് വിജയം നേടാൻ സാധിക്കും. എട്ടാമതായിട്ട് വചനം പറയുകയാണ്, എട്ടാമതായിട്ട് പഠിപ്പിക്കുകയാണ്, തിരുരക്തത്തിൻ്റെ നാമത്തിലും തിരുരക്തത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ ഭവനങ്ങളിലേക്ക് ഒഴുകും. തടസ്സങ്ങൾ മാറും, അപ്പോൾ അനുഗ്രഹങ്ങൾ ഒഴുകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ തിരുരക്തത്തിന് പ്രത്യേകം സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ജൂലൈ മാസം, യേശുവിൻ്റെ തിരുരക്തത്തോടുള്ള ഭക്തിയിൽ വളരണമെന്ന ഈശോയും തിരുസഭയും ആഗ്രഹിക്കുന്ന ഈ മാസം, തിരുരക്തത്തിൻ്റെ വിലയെക്കുറിച്ചും തിരുരക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ചും തിരുരക്തത്തിൻ്റെ അമൂല്യതയെക്കുറിച്ചും ബോധ്യം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ തിരുരക്തത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഏറ്റുചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഈശോയുടെ തിരുരക്തത്തിന് പ്രത്യേകമായി സമർപ്പിച്ചിട്ടുള്ള ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളെയും ഭവനങ്ങളെയും യേശുവിൻ്റെ തിരുരക്തത്താൽ പൊതിഞ്ഞ് സംരക്ഷണം നൽകണമേ. കർത്താവായ
യേശുവേ, കർത്താവായ യേശുവേ, അങ്ങയുടെ രക്തം അങ്ങയുടെ രക്തം അമൂല്യമായ അങ്ങയുടെ രക്തത്തിന്റെ യോഗ്യതയാലും ശക്തിയാലും ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും മക്കൾക്കും വസ്തുവകകൾക്കും സംരക്ഷണം നൽകണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ഭവനങ്ങളിലേക്കും സ്ഥലങ്ങളിലേക്കും യേശുവിന്റെ രക്തം, വിശുദ്ധീകരിക്കുന്ന രക്തം ഒഴുകട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ യോഗ്യതയാൽ എല്ലാ തടസ്സങ്ങളും ഞങ്ങളുടെ ജീവിതങ്ങളെയും ഭവനങ്ങളെയും വിട്ടുപോകട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ പൈശാചിക പീഡകൾ ഞങ്ങളെ വിട്ടുപോകട്ടെ. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം, അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്റെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്റെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. ശക്തമായി കരമടിച്ച്, കരമൊന്ന് ഉയർത്തിയടിച്ച്, കരമുയർത്തിയടിക്കാം. യേശു തന്റെ അടിപ്പിണരാ എന്റെ രോഗങ്ങളെ ഏറ്റെടുത്തു. അവനേറ്റ പീഡകളാ സൗഖ്യത്തിൽ ശക്തി പകർന്നു. യേശു തന്റെ അടിപ്പിണരാ എന്റെ രോഗങ്ങളെ ഏറ്റെടുത്തു. അവനേറ്റ പീഡകളാ സൗഖ്യത്തിൽ ശക്തി പകർന്നു. രോഗത്തിനെന്റെ മേൽ ഭരണമില്ല, ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. രോഗത്തിനെന്റെ മേൽ ഭരണമില്ല, ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ രോഗത്തെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. രോഗത്തെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം.
സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിഞ്ഞുകൊണ്ട് അടുത്ത് നിൽക്കുന്നവരെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ശക്തമായി കരമടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുദന്റെ ക്രൂശുമരത്തിൽ എൻ്റെ ഭാരങ്ങൾ ഏറ്റെടുത്തു. യേശുദന്റെ മരണത്തിനാ പാപത്തിൻ നുകം തകർത്തു. യേശുദന്റെ ക്രൂശുമരത്തിൽ എൻ്റെ ഭാരങ്ങൾ ഏറ്റെടുത്തു. യേശുദന്റെ മരണത്തിനാ പാപത്തിൻ നുകം തകർത്തു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തകർച്ചയും എന്നെ ഇനി ഏൽക്കുകില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തകർച്ചയും എന്നെ ഇനി ഏൽക്കുകില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാൽ തകർച്ചയെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം തകർച്ചയെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. യേശുദന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. പാപത്തിനെന്റെ മേൽ മരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. പാപത്തിനെന്റെ മേൽ മരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാൽ സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും ഇരുകരങ്ങൾ ദൈവസ്ഥലത്തിലേക്ക് ഉയർത്തി ശക്തിയോടെ സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. വൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. രോഗപീഡകൾ വിട്ടുപോകട്ടെ. തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ വിവാഹ തടസ്സം വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ജോലി തടസ്സം വിട്ടുപോകട്ടെ. വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദുശീലങ്ങൾ വിട്ടുപോകട്ടെ. തഴക്കദോഷങ്ങൾ വിട്ടുപോകട്ടെ. ചട്ടിക പാപങ്ങൾ യേശു വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവിന്റെ രക്തം വ്യാപരിക്കട്ടെ. യേശുവിന്റെ രക്തം വ്യാപരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ കടന്നു വരുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. യേശുവേ ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. സ്തുതി, 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 സ്തുതി. സൗഖ്യം, സൗഖ്യം, സൗഖ്യം. വിടുതൽ, 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 വിടുതൽ. സൗഖ്യം, സൗഖ്യം, സൗഖ്യം. വിടുതൽ, വിടുതൽ, വിടുതൽ. സൗഖ്യം, സൗഖ്യം, സൗഖ്യം. വിടുതൽ, വിടുതൽ, വിടുതൽ. അഭിഷേകം, 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 അഭിഷേകം. രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. രക്തം ഒഴുകട്ടെ. ശിരസ് മുതലുള്ള കാല് വരെ രക്തം ഒഴുകട്ടെ. കുടുംബങ്ങളുടെ യേശുവിന്റെ രക്തം പതിക്കട്ടെ.
മാരക രോഗങ്ങൾ യേശു രക്തത്തിന്റെ ശക്തിയാൽ സുഖപ്പെടട്ടെ. യേശുവേ, ജഡിക പാപങ്ങൾ യേശു രക്തത്തിന്റെ ശക്തിയാൽ വിട്ടുപോകട്ടെ. മദ്യപാനശീലം യേശു രക്തത്തിന്റെ ശക്തിയാൽ സുഖപ്പെടട്ടെ. യേശുവിന്റെ തിരുരക്തം, യേശുവിന്റെ തിരുരക്തം ഒഴുകട്ടെ. കർത്താവിൻ്റെ രക്തത്തിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന സമയമാണ്. മക്കളില്ലാത്ത ഒരു സഹോദരി കണ്ണീരോടുകൂടി കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ ആ സഹോദരിയെ അനുഗ്രഹിക്കുന്നുണ്ട്. മകളുടെ വിവാഹം നടക്കാത്തത് മൂലം കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയെ ഈശോ അനുഗ്രഹിക്കുന്ന ആ മകളുടെ വിവാഹം കർത്താവ് ഒരുക്കുന്നുണ്ട്. യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ UTI ഈ അസുഖമുള്ള ഒരു സഹോദരിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. പലവിധത്തിലുള്ള ജീവിത പ്രശ്നങ്ങളാലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന 6 പേരെ കർത്താവ് വിടുതൽ നൽകുന്നു. അതിലൊരാൾക്ക് ശക്തമായിട്ടുള്ള ഡിപ്രഷനുണ്ട്. അങ്ങനെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന അവരിൽ നിന്ന് ആ തിന്മയുടെ പീഡ യേശുനാമത്തിൽ വിട്ടുപോകുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. KSRTC ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തോ പരിക്ക് പറ്റിയ ഒരാളെ കർത്താവ് ഇപ്പോൾ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. പാമ്പിനെ ശക്തമായിട്ട് ഭയപ്പെടുന്ന 6 പേരെ കർത്താവ് ഭയം നീക്കി അനുഗ്രഹിക്കുന്നു. അതിലൊരു സഹോദരിയുടെ വീട്ടിൽ രാത്രിയിൽ മുറിക്കകത്ത് പാമ്പിനെ കണ്ടതിന് ശേഷം ഉറങ്ങാൻ സാധിക്കുന്നില്ല. വലിയ ഭയത്തിലാണ് ആ സഹോദരി കഴിയുന്നത്. പാമ്പിൻ്റെ ഭയം ഉള്ള 6 പേരെ കർത്താവ് അതിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. 2 കാൽമുട്ടുകൾക്കും ശക്തമായിട്ട് വേദനയുള്ള 11 പേരെ കർത്താവ് സുഖപ്പെടുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അമേരിക്കയിലേക്ക് പോകാനുള്ള തടസ്സം മാറാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. പലവട്ടം വിദേശത്തേക്ക് പോകാൻ പരിശ്രമിച്ചിട്ടും സാധിക്കാത്ത ഒരു നേഴ്സിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. എന്തോ പുതിയ വഴികൾ കർത്താവ് സഹോദരിക്ക് തുറന്നു കൊടുക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. മക്കൾ പഠിച്ചു കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും ഒരു നിലയിലും എത്തിച്ചേർന്നില്ലല്ലോ എന്ന് സങ്കടത്തോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന 27 മാതാപിതാക്കളെ ഈശോ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. തെറ്റായ ബന്ധങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ അവിശ്വസ്തത, ജഡിക പാപങ്ങൾ, ഇങ്ങനെയൊക്കെ പെട്ടുപോയിട്ടുള്ള 37 പേരെ കർത്താവ് കാണിക്കുന്നു. അതിൽ 9 പേർ ദാമ്പത്യ ജീവിതത്തിൽ അവിശ്വസ്തത കാണിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള 37 പേർക്ക് ആ മേഖലയിൽ ഈശോ വിടുതൽ നൽകുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. തെറ്റായ ബന്ധങ്ങളിൽ പെട്ടുപോയിട്ടുള്ള 6 കുട്ടികൾക്ക് അതിൽ നിന്ന് വിടുതൽ നൽകി ഈശോ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മോശമായ കാഴ്ചകൾ, ബ്ലൂ ഫിലിംസ്, പോൺ വീഡിയോസ്, അതിനൊക്കെ അടിമപ്പെട്ടിട്ടുള്ള 17 പേർക്ക് അതിൽ നിന്ന് വിടുതൽ ഈശോ നൽകുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. കാലിന്റെ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് ശക്തമായിട്ട് വേദനയും അസ്വസ്ഥതയുമുള്ള 3 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളിലൂടെ കടന്നു പോകുന്ന 137 കുടുംബങ്ങളിൽ ഈശോ ഇടപെടുന്നു. പതുക്കെ പതുക്കെയാണ് അവർ ഈ പ്രതിസന്ധിയെ കരകയറുന്നത്. ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ പതുക്കെ അത് സ്പീഡായി വരുന്നത് പോലെയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഈ 137 കുടുംബങ്ങളെ ഈശോ അനുഗ്രഹിക്കുന്നത്. പക്ഷേ
ഈശോ അവരെ ആ സാമ്പത്തിക ബാധ്യതകൾ കരകയറ്റുക തന്നെ ചെയ്യും. പക്ഷേ പതുക്കെ പതുക്കെ പതുക്കെയാണ് അത് കരകയറുന്നത്. ഈശോ അതിനുള്ള അനുഗ്രഹം നൽകുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭാര്യയെ കണ്ടമാനം ശാരീരികമായിട്ട് മർദ്ദിക്കുന്ന ഒരു ഭർത്താവിന് കർത്താവ് അനുതാപം നൽകുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്കിൻ അലർജി, തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗപീഠകൾ, ചൊറിച്ചിൽ, നിറം മാറുക, അങ്ങനെയുള്ള അസ്വസ്ഥതകളുള്ള 11 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. അയൽപക്കങ്ങൾ തമ്മിൽ വലിയ ശത്രുതയും അസ്വസ്ഥതകളുമുള്ള 7 കുടുംബങ്ങളിൽ ഈശോ ഇടപെടുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ ആഗ്രഹത്തോടുകൂടെ വായിക്കാനും അതിൽ ആശ്വാസം കണ്ടെത്താനുമുള്ള കൃപ ഈശോ 32 പേർക്ക് നൽകുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള സാന്നിധ്യം ഇവിടെ ഇപ്പോൾ അനുഭവപ്പെടുന്നു. കിരീടം വെച്ച പരിശുദ്ധ അമ്മ അനേകരെ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ വളരണമെന്ന് പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും കാണുന്ന സമയത്തും ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമിതമായ ഭാരം, ശരീരത്തിന് ഓവർ വെയിറ്റ് ഉണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടി ഡയറ്റ്, ഭക്ഷണം ക്രമീകരിക്കുന്നുണ്ട്. എങ്കിലും കാര്യമായിട്ട് കുറയുന്നില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അപകർഷതാബോധം പോലെ ഒരു അസ്വസ്ഥത അവർക്കുണ്ട്. അങ്ങനെയുള്ള 2 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. കുടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള 6 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അതിൽ ഒരു വ്യക്തിയോട് കുടലിൽ മാരകമായ എന്തോ രോഗമുണ്ട്. ആ കുടൽ കട്ട് ചെയ്ത് ഉള്ളൊരു ഓപ്പറേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വ്യക്തിക്ക് വലിയ ഭയമാണ്. ഓപ്പറേഷൻ തന്നെ വേണം. പക്ഷേ ആ വ്യക്തിയെ കർത്താവ് ആശ്വസിപ്പിക്കുകയും ആ വ്യക്തിയെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുരക്തത്തിന്റെ സംരക്ഷണം അനേകർക്ക് ലഭിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളുടെ പഠനം ശരിയാകുന്നില്ലല്ലോ എന്നോർത്ത് കരഞ്ഞ് അസ്വസ്ഥപ്പെട്ട് പ്രാർത്ഥിക്കുന്ന 14 മാതാപിതാക്കളെ ഈശോ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്, ഞങ്ങളെ സുഖപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഏതാനും സാക്ഷ്യങ്ങൾ. ഷിബി തോമസ്, കട്ടിപ്പാറ. എൻ്റെ മകൻ 5 വർഷമായി വിദേശത്ത് പോകുന്നതിന് ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ ഞാൻ ജൂബിലി ധ്യാനകേന്ദ്രത്തിൽ വന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും നൊവേനിൽ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി വിദേശത്തേക്ക് പോകാൻ സാധിക്കുകയും ജോലി ലഭിക്കുകയും ചെയ്തു. ഈശോയ്ക്കും മാതാവിനും വിശുദ്ധ യൂദാസ് ലിഹായ്ക്കും സകല വിശുദ്ധർക്കും നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഷിബി തോമസ്, കട്ടിപ്പാറ. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം.
ജെയ്സി അടിവാരം. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. ഇവിടെ വന്ന് വിശുദ്ധ ബലിയിലും നവേനയിലും പങ്കെടുക്കുകയും വിശുദ്ധ അന്തോണീസിൻ്റെയും യൂദാസ്ലീഹയുടെയും മാധ്യസ്ഥതയിൽ അയർലൻഡിലേക്ക് പോകുവാനുള്ള തടസ്സം മാറിക്കിട്ടുകയും അയർലൻഡിലെ പരീക്ഷ പാസ്സാകാനും സാധിച്ചു. മാതാവിനും ഈശോയ്ക്കും ആയിരം നന്ദി അർപ്പിക്കുന്നു. ജെയ്സി അടിവാരം. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഏബൽ ജോൺസ് വടക്കേൽ കന്നോത്ത് ഹൗസ് കോഴിക്കോട്. എൻ്റെ പേര് ഏബൽ. പുതുപ്പാടി ധ്യാന കേന്ദ്രത്തിൽ വന്ന് കുർബാനയിലും ആരാധനയിലും പങ്കെടുത്തുന്നതിൻ്റെ ഫലമായി B2 റൈറ്റിംഗ് എക്സാം പാസ്സായി. ദൈവത്തിന് നന്ദി. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഫ്രാൻസിസ് KA കാവിൽപുരയിടത്തിൽ പശുക്കടവ്. 2023 മെയ് 28 ബൈക്ക് അപകടമുണ്ടായി. ഒരു കാല് തൂങ്ങിപ്പോയി. 4 ഓപ്പറേഷൻ ചെയ്തു. 1 വർഷത്തോളം ചികിത്സയുമായി കഴിഞ്ഞു. എൻ്റെ സഹോദരി 9 ആഴ്ച ജൂബിലി ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഉത്തർപ്രദേശിൽ ജോലി ചെയ്യാൻ തുടങ്ങി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വിശുദ്ധ യൂദാസ്ലീഹായ്ക്കും വിശുദ്ധ അന്തോണീസിനും ഒത്തിരി നന്ദി പറയുന്നു. ഫ്രാൻസിസ് കാവിൽപുരയിടം പശുക്കടവ്. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. എൻ്റെ പേര് ബിന്ദു. ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ വന്ന വിശുദ്ധ കുർബാനിൽ ആരാധന നൊവേനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അടുത്ത ചൊവ്വാഴ്ച സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്നു. അതിൻ്റെ ഫലമായി എൻ്റെ മകൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ കഴിഞ്ഞു. ബിന്ദു കാക്കവയൽ. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. തോമസ് ജെയിൻ UK. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി UK ഡ്രൈവിംഗ് ലൈസൻസ് ആദ്യ ടെസ്റ്റിൽ തന്നെ പാസ്സായി. ഈശോയ്ക്ക് 1000 നന്ദി. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ല നലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കൽ എത്തുന്നതുവരെ ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. ആബാ പിതാവേ, ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും ശാന്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. മാലാഖമാരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ
ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ. ആമേൻ. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, മഹത്വം. യേശുവേ ആരാധന, 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 രാത്രിയിൽ വേണ്ടത്ര ഉറക്കം കിട്ടാത്ത 27ഓളം പേർക്ക് രാത്രിയിൽ സുഖനിദ്ര നൽകി ഈശോ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എഴുന്നേറ്റ് കുറേ നേരം നിൽക്കാനും കുറേ നേരം ഇരിക്കാനും സാധിക്കാത്ത വിധത്തിലുള്ള നടുവേദന, ഡിസ്ക് പ്രൊലാപ്സ്, ഡിസ്ക് സംബന്ധമായ അസ്വസ്ഥതകൾ, ഇങ്ങനെയൊക്കെയുള്ള 9 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. അലർജി രോഗങ്ങൾ, തുമ്മൽ, പനി, അങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥതകളുള്ള 7 പേരെ കർത്താവ് സുഖപ്പെടുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നു, അത് ചിലപ്പോൾ ന്യൂമോണിയായി മാറുന്നു. ഇങ്ങനെയുള്ള 7 പേര്, അവരോട് കർത്താവ് പറയുന്നു, അത് നിങ്ങൾ കാര്യമായിട്ട് സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും വേണം നിങ്ങളുടെ ആരോഗ്യം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നു, ന്യൂമോണിയ വരുന്നു, അത് നല്ലതല്ല, അത് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുന്നതോടൊപ്പം കർത്താവ് അവരെ അനുഗ്രഹിക്കുകയും സ്പർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.